അമ്മ ഞങ്ങളുടെ അമ്മയല്ലേ. അമ്മയുടെ കാര്യം അറിയാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവകാശമില്ലേ? ആ ഒരു അവകാശം വെച്ച് ചോദിച്ചതാ. സോറി. അമ്മ പോയിട്ടോ. ഞാനും നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അമ്മേ, അമ്മ പോയിട്ട് വാ. സമാധാനമായിട്ട് പോയിട്ട് വാ. ബാലു, നമ്മൾ വളരെ സീരിയസ് ആയി ഇടപെടേണ്ട സമയമായി കഴിഞ്ഞു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മ ഏതോ രഹസ്യത്തിന്റെ നടുവിലിരുന്ന് വീർപ്പ് മുട്ടുക. ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള അമ്മ എത്ര സന്തോഷമുള്ള അമ്മയായിരുന്നു. ചിരിയും സന്തോഷവും ഒക്കെ കൂടിയ ഒരു സുധാമണി. ഇപ്പൊ നമ്മൾ കാണുന്നത് വേറെ ഏതോ ഒരു അമ്മയാ. രൂപത്തിൽ മാത്രമേ അമ്മ പഴയ അമ്മയാവുന്നുള്ളൂ. പെരുമാറ്റം ഒക്കെ മാറിപ്പോയി. ഏട്ടാ, അപർണേച്ചി പറഞ്ഞതുപോലെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ഇടപെടണം. അമ്മയെ വിഷമിപ്പിക്കാതെ തന്നെ നമുക്ക് കാര്യം കണ്ടുപിടിക്കണം. അന്ന് നമ്മൾ സംശയിച്ചതുപോലെ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമാണോ, അതോ മീനാക്ഷിയുടെ പുറകെ നടന്ന ആ സൂരജില്ലേ, അവനും അച്ഛനും കൂടെ ഭീഷണിപ്പെടുത്തുകയാണോ? ആ പ്രമോദിന്റെ ഭീഷണിയായിരുന്നെങ്കിൽ അമ്മ തുറന്നു പറഞ്ഞേനെ. എന്തായാലും അതൊന്നും ആയിരിക്കില്ല. ആ ബാലു, എന്താ പൂ? ബാലു ആ സിറ്റി ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിക്ക. സിറ്റി ഹോസ്പിറ്റലോ? ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുമ്പോഴൊക്കെ അമ്മയുടെ മുഖം മാറുന്നുണ്ട്. എന്തോ രഹസ്യമുള്ളതുപോലെ ഫോണും കൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നു. അതെ, ഹോസ്പിറ്റലിലെ കാറ്ററിംഗിന്റെ കാര്യം സംസാരിക്കാൻ അമ്മ എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? ബാലു ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിക്ക്. സിറ്റി ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറി നമ്പർ എടുത്ത് PRO വിളിച്ചൊന്ന് ചോദിക്ക്. മറ്റെവിടെന്നെങ്കിലും വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പ അറിയാൻ കാര്യങ്ങള്. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. ഗുഡ് മോർണിംഗ്. ഞാൻ കോർപ്പറേഷൻ ഓഫീസിലെ ഹെൽത്ത് വിങ്ങിന്ന്. അവിടുത്തെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനാ. പറയൂ സാർ. റെസ്റ്റോറന്റ് വൃത്തി, ആഹാരത്തിന്റെ ക്വാളിറ്റി, ഇതെല്ലാം പഠിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റൽസും ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പല ഹോസ്പിറ്റൽസിന്റെയും റെസ്റ്റോറന്റിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരാളം പരാതികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ സാർ, സിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ വളരെ ഉത്തരവാദിത്തോടെയാണ് റെസ്റ്റോറന്റ് നടത്തുന്നത്. പുറത്തുനിന്ന് ഭക്ഷണം വരുത്താറില്ല. എല്ലാം ഞങ്ങൾ തന്നെ പാചകം ചെയ്യുന്നതാ. അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. സുധാമണി എന്നൊരു സ്ത്രീയല്ലേ നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്? നിങ്ങളവർക്ക് കോൺട്രാക്ട് കൊടുത്തേക്കുമല്ലേ? സുധാമണിയോ? ഏത് സുധാമണി? സിറ്റിയിലെ കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന സുധാമണിയെ അറിയില്ലെന്നാണോ? ഏതോ 1-2 ആശുപത്രിക്കൊക്കെ അവരാ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. അവരുടെ പ്രോഡക്ട്സ് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്താനാ ഞാൻ ചോദിക്കുന്നത്. സാർ, സാറ് പറയുന്ന സുധാമണിയെ ഞങ്ങൾ അറിയുകൂടിയില്ല. ഞങ്ങളുടെ റെസ്റ്റോറന്റ് ആർക്കും കോൺട്രാക്ട് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റൽ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന പാചകക്കാരാ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇതുവരെ ഒരു ആഹാര സാധനവും പുറത്തുനിന്ന് വരുത്തിയിട്ടില്ല. പറഞ്ഞില്ലേ, സുധാമണിയെ അറിയുകൂടിയില്ല. എന്നിട്ടല്ലേ സാർ ആഹാരം വരുത്താൻ? ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഞാൻ വീണ്ടും വിളിച്ചോളാം. ഓക്കെ സാർ. സിറ്റി ഹോസ്പിറ്റലിൽ അമ്മ ഫുഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് വ്യക്തമായി. അതെ, അമ്മ നേരിടുന്ന പ്രശ്നം
ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെന്ന് ഉറപ്പായി. നമുക്ക് അമ്മയൊന്ന് ഫോളോ ചെയ്യേണ്ടതായിരുന്നു. സാറേ വരട്ടെ, വെറുതെ വെപ്രാളം കാണിക്കല്ലേ. 2 ദിവസം കൂടി ഒന്ന് കാക്കാം. ഉം, അമ്മ തന്നെ പറയട്ടെ. ഉം. അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് അടുത്ത നീക്കം നടത്താം. ഉം, അതെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണോ അതോ മറ്റെന്തെങ്കിലും ഇഷ്യൂ ആണോ? എന്തായാലും അമ്മയൊരു വലിയ കുരുക്കിപ്പെട്ട് കിടക്കുക, അതുറപ്പാ. ഒരു മണിക്കൂറൂടെ നോക്കും. അതിനിടയ്ക്ക് എത്തിയില്ലെങ്കിൽ പോലീസിനെ അറിയിക്കുന്ന ഉറപ്പിച്ച് തന്നെ നിന്നത്. നിങ്ങളുടെ ഭർത്താവല്ലേ? പട്ടിയോടോ പൂച്ചയോടോ കാണിക്കുന്ന സ്നേഹവും പരിഗണനയും എങ്കിലും കാണിച്ചൂടായിരുന്നോ? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ആ അപകടം ഏറ്റുവാങ്ങിയത്? സിസ്റ്റർ പ്ലീസ്, സുധാമണിയെ വിഷമിപ്പിക്കരുത്. സുധാമണി വിഷമിച്ച എനിക്കും വിഷമമാവും. എന്റെ ഭാര്യയുടെ സ്നേഹം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിത്തുടങ്ങുന്ന സമയമാണ്. മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും സുധാമണിക്ക് വരാൻ കഴിയാത്തത്. എന്ത് കാരണം കൊണ്ടായാലും ശരി, ഇത് ആശുപത്രിയാ. ആശുപത്രിക്ക് ആശുപത്രിയുടേതായ രീതികളുണ്ട്. രോഗിയെ ചികിത്സിക്കാനേ ആശുപത്രിക്ക് ഉത്തരവാദിത്തമുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കൂട്ടിരിക്കുന്നവരും കൂടെയുള്ളവരുമാ. എന്താ സുധേ ഇന്നലെ വരാത്തത്? അപ്പുമോളുടെ അപർണയുടെ വീട്ടിൽ പോയിരുന്നു. ആണോ? ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ മോളുടെ വീട്ടിൽ പോയിരിക്കായിരുന്നെന്ന് ഒന്ന് പറഞ്ഞാ പോരായിരുന്നോ? അതറിയാതെയാ ഇവിടുന്ന് വിളിച്ചോണ്ടിരുന്നത്. മരിക്കാനായി കിടക്കുന്ന ഭർത്താവിന്റെ അവസ്ഥയെക്കാളും വലുതാണോ മരുമകളുടെ വീട്ടിൽ പോവല്? പ്ലീസ് സിസ്റ്റർ, സുധയെ വിഷമിപ്പിക്കാതിരിക്കൂ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഉണ്ടാവരുത്. പോയി ആഹാരം വാങ്ങിച്ചോണ്ട് വരൂ. ഫുഡ് വാങ്ങാൻ ബൈസ്റ്റാൻഡർ ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ ഇദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല. ആഹാരം കഴിച്ചിട്ടില്ലേ? അതൊന്നും സാരമില്ല, വിഷമിക്കണ്ട. എനിക്കെന്തോ ഇപ്പൊ നിന്റെ കൈകൊണ്ട് തന്നെ ആഹാരം കഴിക്കണമെന്നൊരാഗ്രഹം. പെട്ടെന്ന് ചെന്ന് ആഹാരം വാങ്ങിച്ചിട്ട് വരൂ. സത്യം പറഞ്ഞ എനിക്ക് ആ സ്ത്രീയോട് പാവം തോന്നുന്നു. അങ്ങനെ പാവമൊന്നും തോന്നണ്ട. ചോദിച്ച കാശ് ഞാൻ എണ്ണി തന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടി അങ്ങ് അഭിനയിച്ചാ മതി. ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ ഞാൻ വർക്കൗട്ട് ആക്കി എടുക്കും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ തീർക്കും ഞാൻ. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ദിവസം എന്ന്. നമ്മളിന്ന് ബ്ലഡ് ഡൊണേഷൻ ആരംഭിക്കാം. നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ന്യൂസ് എല്ലാ പത്രങ്ങളിലും കൊടുക്കണം. വാർത്ത വരുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല. വാർത്ത വരുന്നതിലല്ല, പ്രവൃത്തിയില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മീനാക്ഷി എന്ത് പറയുന്നു? ഞാനും ആദർശേട്ടൻ പറയുന്നതിനോട് യോജിക്കുന്നു. നമ്മൾ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എങ്കിൽ ഞാനും മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നു. മീനാക്ഷി ഏത് കാര്യവും വളരെ പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നത്. ഓക്കെ മീനാക്ഷി. മീനാക്ഷി ഹോസ്പിറ്റലിലെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്? നമുക്കിന്ന് സിറ്റി ഹോസ്പിറ്റലാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്.
ശരി, അത് നമ്മൾ പറഞ്ഞ പോലെ. ശരി. ആ, നിങ്ങൾ കൃത്യസമയത്തിന് എത്തിയല്ലോ. PROയിൽ നിന്ന് സ്പെഷ്യൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ റൂമിലും കയറി ബ്രൗസറും കിറ്റും കൊടുത്തു തുടങ്ങാം. കിറ്റുകളൊക്കെ കൊടുത്തിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ആദർശേട്ടാ, ഒരു മിനിറ്റ്. നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം അറിയിച്ചില്ലായിരുന്നു. ഞാൻ അമ്മയൊന്ന് വിളിച്ചറിയിക്കട്ടെ? വിളിച്ച് പറ മീനാക്ഷി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏത് കാര്യവും നമ്മുടെ അച്ഛനമ്മമാരെ അറിയിച്ചിട്ട് വേണം ചെയ്യാൻ. മീനാക്ഷി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അമ്മയെ വിളിച്ചറിയിച്ചേക്ക്. അമ്മ എടുക്കുന്നില്ല. എന്തെങ്കിലും തിരക്കിലായിരിക്കും. തിരിച്ചു വിളിച്ചോളൂ. മീനാക്ഷി വേണമെങ്കിൽ ഒന്നുകൂടി വിളിച്ചു നോക്ക്. അതൊന്നും കുഴപ്പമില്ല. അമ്മ പിന്നെ വിളിച്ചോളൂ. അപ്പ പറയാം. ഇനി ആ മുറി കയറപ്പാ. വന്നോളൂ. യാമിനി ആന്റി വിളിക്കുന്നു. ആ, ബാലു ഫോൺ എടുക്ക്. എനിക്ക് പറ്റില്ല. വിരുന്നിന് വിളിച്ചിട്ട് നമ്മളോട് കാണിച്ചത് ഈ ജന്മത്ത് മനസ്സിൽ നിന്ന് പോവില്ല. ബാലു തന്നെ എടുക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അന്നത്തെ ഇഷ്യൂവിന് പ്രതികരിക്കാൻ പറ്റിയ സമയം. ബാലു എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ ഫുൾ സപ്പോർട്ടാ. ബാലുവിന്റെ മനസ്സിൽ നിന്ന് അന്നത്തെ ദേഷ്യവും നാണക്കേടും ഒക്കെ മൊത്തം ഒഴിഞ്ഞു പോട്ടെ. ബാലു പറഞ്ഞോ, എന്ത് വേണേലും പറഞ്ഞോ. കട്ടായി. വീണ്ടും വിളിക്കും. ബാലു ഫുൾ ലൈസൻസ് തന്നിരിക്കുക. അന്ന് കാണിച്ചതിന് ബാലു കൃത്യമായിട്ടും തിരിച്ചു പറയണം. ഹലോ, എന്തു വേണം? ഹലോ, ബാലു ആണോ? ബാലു ആണെങ്കിൽ എന്ത് വേണം? ഞാൻ അന്ന് പ്രതികരിക്കാതിരുന്നത് എന്റെ മാന്യത കൊണ്ടാണ്. എന്റെ ഭാര്യയുടെ വീട്ടുകാരെ എന്റെ സ്വന്തം വീട്ടുകാരാണെന്ന് ഞാൻ കരുതി. പക്ഷേ തിരിച്ചിങ്ങോട്ട് കിട്ടിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അപമാനമാ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വലിയ വർത്താനം ഒന്നും വേണ്ട. മോനെ, അപർണമോൾ അടുത്തുണ്ടോ? സത്യം പറഞ്ഞ ഞാനിപ്പോ വിളിച്ചത് മാപ്പ് ചോദിക്കാനാ. എന്ത് മാപ്പ്? ആർക്ക് വേണം ആന്റിയുടെ മാപ്പ്? മാപ്പ് പറയാൻ വന്നേക്കുന്നു. എന്റെ അമ്മയുടെ സ്ഥാനത്തെ മറ്റേതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അപ്പൊ കാണാമായിരുന്നു. ആന്റിയോട് കൃത്യമായിട്ട് കണക്ക് തീർത്തേനെ. ബാലുമോനെ, ഞാനൊന്നും പറയട്ടെ. ആന്റിയല്ല, ആ അച്ഛമ്മയുണ്ടല്ലോ, അവരെയാ ആദ്യം എടുത്ത് കിണറ്റിലിടേണ്ടത്. ഡാഗിനി അമ്മുമെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു അവതാരമാ ഒരു 1000 ഡാഗിനിക്ക് സമം ഒരു സരോജിനി അമ്മ. അവരെന്റെ കയ്യിൽ കിട്ടട്ടെ. അതുപോലെ ആ സന്ദീപ്, അവന്റെ 32 പല്ല് ഞാൻ അടിച്ച് താഴെ ഇടും. ആ ദാ മോള് വന്നു. അപ്പോ ദാ വിളിക്കുന്നു മമ്മി. ഹലോ മമ്മി. മോളെ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാനാ വിളിച്ചത്. ബാലു ഫോൺ എടുത്തു. ബാലു പക്ഷേ എന്താ മമ്മി, ബാലു മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ആ പോട്ടെ, സാരമില്ല. ബാലുവിന് നല്ല പ്രയാസം കാണും.
മോളെ നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. അന്ന് കാണിച്ച അവിവേകത്തിന് മാപ്പ്, 1000 വട്ടം മാപ്പ്. അടുത്ത ദിവസം തന്നെ നേരിട്ട് വീട്ടിൽ വന്ന് മാപ്പ് പറയണമെന്ന് കരുതിയതാ. അത് സാധിച്ചില്ല. ഇപ്പതാ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുക. ആ മമ്മി പറയുന്നത് വിശ്വസിക്കാമോ? 100% സത്യസന്ധമായിട്ടാ മോളെ ഞാൻ പറയുന്നത്. എന്നെ വിശ്വസിക്ക്. ഒരു മിനിറ്റേ, ദാദാ അമ്മ പറയും. മോളെ, അച്ചമ്മയുടെ അപ്പൂ, അച്ചമ്മയ്ക്കും മാപ്പ് തരണം. ദേ, ഇത് അഭിനയല്ല, സത്യമായിട്ട് ഞാൻ പറയുക. എന്നെ എടുത്ത് കിണറ്റിലിടണോന്നാ ബാലു പറഞ്ഞത്. ഞാനന്ന് കാണിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. ആ പോട്ടെ അച്ഛമ്മ. ബാലുവിന്റെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാലല്ലേ ബാലുവിന്റെ പ്രയാസം മനസ്സിലാവും. പോട്ടെ. ഉം. അപ്പോ കഴിഞ്ഞതൊക്കെ നീ മറന്നല്ലോ? ഇപ്പം മമ്മി പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഞാൻ മറക്കും. ആ അത് മതി. ബാലുവിനോടും പറയണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതായിട്ട് സങ്കല്പിക്കാൻ. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരണം. ആ വേറൊന്നുമില്ലല്ലോ. കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. ഓക്കെ മോളെ. സത്യം പറഞ്ഞ മമ്മിക്ക് ഇപ്പോഴാ സമാധാനമായത്. എന്റെ മോൾക്കൊരു ഉമ്മ. ആ മമ്മിക്ക് ഒരു ഉമ്മ. എങ്ങനുണ്ട്? ബാലുവിന്റെ മനസ്സ് ക്ലീൻ ആയില്ലേ? മനസ്സിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു പോയില്ലേ? നമ്മൾ അഭിനയിച്ചതൊക്കെ അവള് വിശ്വസിച്ചു. അടുത്ത നീക്കത്തിനുള്ള മുന്നോടിയാണ് നമ്മുടെ ഈ മാപ്പ് പറച്ചിലെന്ന് അവൾ അറിയുന്നില്ലല്ലോ. ഇപ്പോ ആന്റിയോടും അച്ഛമ്മയോടുമുള്ള ദേഷ്യം മാറി. അവൻ എന്നെ എടുത്ത് കിണറ്റിയിടണോന്ന് ഞാനവനെ പാതാളത്തിലോട്ട് ചവിട്ടി താക്കും. നമ്മള് കൊറേ ദിവസം വിളിക്കാതിരുന്നപ്പോ അമ്മയ്ക്ക് മനസ്സിലായി പണിയാണെന്ന്. അതാ ഇങ്ങോട്ട് വിളിച്ചത്. അല്ല, ബാലുവിനോടും അപർണയോടും സൗഹാർദ്ദത്തിലാവാൻ കിരൺ പറഞ്ഞത് എന്തിനാ? എന്തിനാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ വൈകാതെ എന്തോ ഒരു സുന്ദരമായ നീക്കം നടത്താൻ പോവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ആന്റിയും അപർണയും ഒക്കെ അടുപ്പത്തിലാണെന്നും പറഞ്ഞു. എന്ത് നീക്കമായാലും കുഴപ്പമില്ല. ആ സുധാമണി വീഴണം. അപർണ തിരിച്ചു വരണം. അവള് വരും. ഞാൻ വരുത്തും. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനത്തിന്റെ ദിവസങ്ങൾ എന്താണെന്ന് അറിയുകയാ. സമാധാനം നഷ്ടപ്പെട്ട നിമിഷങ്ങളിലൂടെയാ ഞാനിപ്പോ കടന്നു പോകുന്നത്. അങ്ങനെയൊന്നും പറയരുത്. എനിക്കത് വിഷമമാവും. പ്ലീസ്, എന്നെ വേദനിപ്പിക്കരുത്. അകത്തേക്ക് വരാമോ? നേഴ്സിന്റെ ശബ്ദമല്ലല്ലോ, വേറെ ആരോ ആണ്. ഒന്ന് നോക്ക്.